ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോനെ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരണം. അച്ഛനോടും അമ്മയോടും ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം. ജീവിതത്തിൽ ഇനി ഏറെയൊന്നും കാണാനില്ലാത്ത ഞങ്ങൾക്ക് അതൊരു ആശ്വാസ. ഞങ്ങൾ വരാച്ച, എപ്പോ വേണമെങ്കിലും വരാം. മോളെ മല്ലി, മോളെ, അയ്യോ ഒന്നുമില്ല. டேய், போலீஸ் இனியும் வரும்னு சொல்லி இருக்கு. இவள் உயிரோட இருந்தா நமக்கு எல்லாருக்குமே ஆபத்து. என்ன வேணும்னு எனக்கு தெரியும். അമ്മയുടെ കണ്ടീഷൻ അല്പം മോശമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ചധികം നാളത്തെ ചികിത്സ വേണ്ടിവരും. നമുക്ക് നോക്കാച്ച. സിറ്റിയിൽ എനിക്ക് പരിചയമുള്ള 1-2 സൈക്കാട്രിസ്റ്റുകൾ കൂടിയുണ്ട്. അവരുമായിട്ട് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? മുത്തശ്ശി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നല്ലേ പറ്റൂ. വേണം മോനെ. ചില നേരത്തെ അലർച്ചയും ബഹളമൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ മയക്കത്തിന്റെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് ഡോക്ടർ വിട്ടിരിക്കുന്നത്. അമ്മേ, 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 മോളെ, മുത്തശ്ശി നല്ല ഉറക്ക. ഞാൻ അവരെ വിളിക്കാം. ശരി അമ്മ. ദേവേട്ട, കഴിക്കാം. അമ്മ നല്ല മയക്കത്തില്. വിളിക്കണ്ട, നന്നായിട്ട് ഉറങ്ങട്ടെ. വാ മോനെ. ആ, എല്ലാം വിളമ്പി വെച്ചോ? ഇരിക്കും മോനെ. ഞാൻ വിളമ്പി തരാം. വേണ്ടമ്മ, ഞാൻ വിളമ്പിക്കോളാം. അമ്മ ഇരിക്കേ. ദേ പെണ്ണെ, മിണ്ടാതെ അവിടെ ഇരുന്നോ. മോനും മോളും ഒക്കെ വരുമ്പോ അവരെ ഇരുത്തി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഒരു അമ്മയുടെ അവകാശം. ഇരിക്കും. മോളെ, അമ്മയുടെ അവകാശത്തിലൊന്നും കൈവെക്കല്ലേ, പിന്നെ നല്ല പണക്കത്തിലായിരിക്കും. ആ, അതെനിക്കറിയാലോ അച്ഛാ. ഇരിക്കേ. രണ്ടുപേരുടെയും സദ്യ ഗംഭീരായിട്ടുണ്ട് കേട്ടോ. അച്ഛാ, ക്രെഡിറ്റ് മുഴുവൻ രാധയിക്ക. ഞാൻ വെറും നോട്ടക്കാരനായിരുന്നേ ഉള്ളൂ. കുറെ കാലത്തിന് ശേഷം മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഒരു ഉരുള കഴിക്കുക അല്ലേ അശോദേ? അതെ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഭക്ഷണം വിളമ്പി വെക്കും. പേരിന് ഞങ്ങൾ രണ്ടാളും അപ്പുറവും ഇപ്പുറവും വന്നിരിക്കും. പിന്നെ എഴുന്നേറ്റ് പോവും. അതായിരുന്നു ശീലം. മോനെ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരണം. അച്ഛനോടും അമ്മയോടും ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം. ജീവിതത്തിൽ ഇനി ഏറെയൊന്നും കാണാനില്ലാത്ത ഞങ്ങൾക്ക്
അതൊരു ആശ്വാസ. ഞങ്ങൾ വരാം അച്ഛാ, എപ്പോ വേണമെങ്കിലും വരാം. പക്ഷേ ജീവിതം അവസാനിച്ചു എന്നും ഇനി കാഴ്ചകളൊന്നും ഇല്ലെന്നും ഇനി പറയാൻ പാടില്ല, അല്ലേ രാധികേ? ഉം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നിങ്ങളിരിക്കെ. എനി ഗുഡ് ന്യൂസ്? ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? സകല തയ്യാറെടുപ്പുകളോടുമാണ് അവർ നിത്യേന കടലിലേക്ക് പോകുന്നത്. പക്ഷെ ചില ദിവസം അവർ തിരിച്ചു വരുന്നത് ശൂന്യമായ വലകളോടെയായിരിക്കും. അത് കടലിൽ മീനില്ലാത്തത് കൊണ്ടല്ല. മാഡം, അരിച്ചു പറക്കാൻ ആ വഴിയിൽ ഇനി ഒരു CCTV പോലും ബാക്കിയില്ല. പക്ഷെ ആ വാഹനം കടന്നുപോയത് ഒരിടത്തുമില്ല.